കനകക്കുന്നിൽ മാതൃഭൂമി അക്ഷരോത്സവ വേദിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. തത്സമയം അവിടെ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സെഷനിലേക്ക്. അംബേദ്കർ ഇങ്ങനെയൊരു തസ്തിക വേണം എന്ന് ശുപാർശ ചെയ്തത്. ഞാൻ ഗവർണറാകുന്നതിന് മുമ്പ് ഇതൊക്കെ വായിച്ചു പഠിക്കാൻ ശ്രമിച്ചു. അതിൽ ചിലരൊക്കെ ഉയർത്തിയ ശക്തമായ പോയിന്റുകൾ എല്ലാം പ്രഗത്ഭരാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസംഗിച്ചവരുടെ പ്രസംഗം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. മൂന്ന് രീതിയിൽ ഗവർണർമാരെ എടുക്കാം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, ഗവർണർമാരെയും മുഖ്യമന്ത്രിയെ പോലെ തെരഞ്ഞെടുപ്പിലെ ഡയറക്ട് ഇലക്ഷൻ. 2, തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ 4 പേരെ അവരെ തിരഞ്ഞെടുക്കുക. ആ 4 പേരുടെ പേര് പ്രസിഡന്റിന് കൊടുക്കുക. അതിലൊരാളെ പ്രസിഡന്റ് ഗവർണറായിട്ട് നിയമിക്കും. 3ാമത്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ വേണ്ട, നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗവർണർ മതി എന്ന് തീരുമാനിക്കാൻ കാരണം, ഇന്ത്യൻ ഭരണഘടന നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും ചില അസ്വാരസ്യങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അതിൽ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അതാണ് ഗവർണർ. ഗവർണർ പദവി ഇങ്ങനെ ആക്കുമ്പോൾ ഗവർണർ ഒരു വെറും സെറിമോണിയൽ ഓഫീസ് അല്ല. അങ്ങനെ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു സിനക്യൂർ, ഒരു ആലങ്കാരികമായ ഒരു ഓഫീസ് നമ്മുടെ അംബേദ്കറെ പോലുള്ള ഒരാൾ ഉൾപ്പെടുത്തും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഗവർണർക്ക് ചില ഡിസ്ക്രിഷണറി പവേഴ്സ് കൊടുത്തു. ഈ ഡിസ്ക്രിഷണറി പവേഴ്സ് പ്രസിഡന്റിന് പോലും ഇല്ല. അപ്പോൾ ഇഫക്റ്റീവായ റബ്ബർ സ്റ്റാമ്പായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇടപെടാനും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനുമുള്ള ഒരു തസ്തികയാണ്. ഫെഡറലിസം സംരക്ഷിക്കേണ്ട ചുമതല ഗവർണർക്കുണ്ട്. ഒരു ഗവർണർക്ക് കേന്ദ്രവും സംസ്ഥാനവുമായി ഒരു മഴവിൽ പാലം സൃഷ്ടിക്കാൻ കഴിയും. ആ റോളിലേക്ക് ഗവർണർ പോയാൽ ഗവർണർ എന്ന സങ്കല്പത്തിന് ഒരു പുതിയ അർത്ഥം വരും, പുതിയ മാനം വരും. അതൊക്കെ മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എത്രയോ ഗവർണർമാർ സംസ്ഥാന ഗവൺമെന്റുകൾ വളരെ നല്ല രീതിയിൽ പോയി